വാർത്താസന്ധ്യയിലേക്ക് വിശദമായി കടക്കുന്നു. 24 ബിഗ് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ആദ്യം. ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പുലർച്ചെ എക്സൈസിന്റെ പിടിയിലായത്. 2 പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചു. സംവിധായകനും ക്യാമറമാനുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. മറൈൻ ഡ്രൈവിലെ ഗ്രാൻഡ് ബേ ഫ്ളാറ്റിൽ രാത്രി 1 മണിയോടെയായിരുന്നു എക്സൈസിന്റെ പരിശോധന. 5ാം നിലയിൽ സംവിധായകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായത്. ഇവരോടൊപ്പം ഷാലിഫ് മുഹമ്മദ് എന്നയാളും ഉണ്ടായിരുന്നു. അവർ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അവർ ജസ്റ്റ് അതിനുള്ള ആരംഭം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പിടികൂടുകയായിരുന്നു. ഇത് കൊടുത്ത ഒരാളെ പറ്റി ഒരു ചെറിയ സൂചനയുണ്ട്. അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. 2:45 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെ എക്സൈസ് ഓഫീസിലെത്തിച്ചു. പിന്നാലെ അറസ്റ്റ് നടപടികളും പൂർത്തിയാക്കി. വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന് 3 പേരും എക്സൈസിനോട് സമ്മതിച്ചു. നമുക്കിപ്പോൾ പരിശോധനയ്ക്ക് സാധാരണമൊന്നുമില്ല. ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഇന്നൊരു സാധനം ഉണ്ട് എന്നറിയാൻ നമുക്ക് പരിശോധനയ്ക്ക് കയറാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ കാടടച്ച് വെടിവെച്ച പോലെ രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. വാണിജ്യ അളവിൽ കഞ്ചാവില്ലാതിരുന്നതിനാൽ 3 പേരെയും വിശദമായി മൊഴിയെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടു. കൊച്ചിയിലെ ഈ ഫ്ളാറ്റ് 3 മാസമായി നിരീക്ഷണത്തിലായിരുന്നു. സംവിധായകരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരിയുടെ ഉറവിടം തേടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എക്സൈസ്. ദൃശ്യങ്ങളടക്കം ഇന്ന് 24 പുറത്തുവിട്ട വാർത്ത സിനിമാ മേഖലയിലെ ലഹരി വ്യാപനത്തിന്റെ തീവ്രത അടയാളപ്പെടുത്തുന്നതാണ്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന പേരുകൾ വലുതായിരിക്കും. ക്യാമറ പേഴ്സൺ അഭിജിത്തിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. സിനിമാ സംവിധായകരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ കൂടുതൽ അറസ്റ്റിനൊരുങ്ങുകയാണ് എക്സൈസ്. ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ചോദ്യം ചെയ്യലിൽ ഖാലിദ് റഹ്മാൻ എക്സൈസിനെ കബളിപ്പിക്കാൻ ശ്രമം നടത്തി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസക്കും കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എക്സൈസ് നീക്കം. ആദ്യപടിയായി ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ ചോദ്യം ചെയ്യും. NDPS ആക്ട് പ്രകാരം ലഹരി ഉപയോഗിക്കാൻ സ്ഥലം നൽകുന്നതും കുറ്റകരമാണ്. സമീർ താഹിറിന്റെ അറിവോടെയാണ് ലഹരി ഉപയോഗമെന്ന ചോദ്യം ചെയ്യലിൽ ബോധ്യപ്പെട്ടാൽ പ്രതി ചേർക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമീറിന് ഉടൻ നോട്ടീസ് അയക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി ഡയറക്ടർ TM മജു 24നോട് പറഞ്ഞു. അവിടുന്ന് നമുക്കൊരു 1.65 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവും പിന്നെ അത് ഉപയോഗിക്കാനുള്ള ബോങ്ങും ക്രഷ് ചെയ്യുന്ന മെഷീൻസ് എല്ലാം അവിടുന്ന് ലഭിക്കുകയുണ്ടായി. NDPS ആക്ട് പ്രകാരം ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് ഒരു ഇടം കൊടുത്താൽ തന്നെ അതൊരു ഓഫൻസാണത്. ഇയാളുടെ റൂമിലാണ് ഇവർ സെറ്റിൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ റൂമിൻ്റെ ഉടമസ്ഥനെ നമ്മൾ ചോദ്യം ചെയ്യും. ആ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നതാണ്. സംവിധായകൻ ഖാലിദ് റഹ്മാൻ എക്സൈസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. ആദ്യഘട്ടത്തിൽ സ്വന്തം പേരുവിവരങ്ങൾ മറച്ചുവെച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിടിയിലായ സംവിധായകർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയ ആളെക്കുറിച്ച് ചില വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഒളിവിലാണ്. ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 2 മാസം മുൻപ് ഇതേ ഫ്ളാറ്റിൽ എക്സൈസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും ലഭിച്ചിരുന്നില്ല. ആലപ്പുഴയിൽ പിടിയിലായ തസ്ലീമയുമായി പ്രതികൾ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം, പിടിയിലാകുന്ന സിനിമാക്കാരുടെ എണ്ണം ആഴ്ചതോറും കൂടി വരികയാണ്. സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച എക്സൈസ് പരിശോധനകൾ കൂടുതൽ കടുപ്പിച്ചാൽ ഈ എണ്ണം ഇനിയും വർദ്ധിക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയതിന് പിന്നാലെ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും സസ്പെൻഡ് ചെയ്ത് ഡയറക്ടേഴ്സ് യൂണിയൻ. ഫെഫ്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. നടപടിയെ പിന്തുണച്ച് മറ്റ് സിനിമാ സംഘടനകളും രംഗത്തെത്തി. എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ദ്രുതഗതിയിലായിരുന്നു ഫെഫ്കയുടെ നടപടി. സസ്പെൻഷൻ കാലാവധിയിൽ ഇരുവർക്കും സിനിമാ പ്രൊജക്ടുകളുമായി മുന്നോട്ടു പോകാനാവില്ല. ലഹരി കേസുകളിൽ വലുപ്പ ചെറുപ്പമില്ലാതെ നടപടിയെടുക്കുമെന്ന് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ 24നോട്. ഡയറക്ടേഴ്സ് യൂണിയന് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫെഫ്കയുടെ നേതൃത്വത്തിൽ അതിന്റെ നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
വലിപ്പ ചെറുപ്പങ്ങളില്ല. ഏത് ട്രേഡിൽ വർക്ക് ചെയ്യുന്നവരായാലും ഡയറക്ടറായാലും ഏത് കാറ്റഗറി വർക്ക് ചെയ്യുന്നവർക്കും ഒരേ പരിഗണന ഉണ്ടാവണം. ഫെഫ്ക നടപടിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറും പിന്തുണ അറിയിച്ചു. സിനിമാ സെറ്റുകളിൽ പരിശോധന കർശനമാക്കണമെന്ന ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട്. ഫെഫ്ക കാണിക്കുന്ന മാതൃകാപരമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഫെഫ്കയെ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വിമർശിച്ചിരുന്നു. നിർമ്മലാവിനോട് വിളിച്ചു വരുത്തി. അക്കാര്യത്തിൽ ഞാൻ ആ വിമർശനം ഉന്നയിച്ചു തന്നെ പറഞ്ഞു. അതല്ല ഇവിടുത്തെ പ്രശ്നം. അവർ ചെയ്തിരിക്കുന്നത് കൃത്യമായ കാര്യമാണ്. അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. പോലീസിനോട് എക്സൈസിനോട് നിർമ്മാതാക്കൾ പറയുന്നതും നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞതും അത് തന്നെയാണ്. ലൊക്കേഷനിൽ പരിശോധന വേണം. സംഘടനാ പരിമിതികൾക്കപ്പുറം സിനിമാ മേഖലയിലെ ലഹരി കേസുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാനാണ് സിനിമാ സംഘടനകളുടെ തീരുമാനം. 24 കൊച്ചി. ഇനി ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി ഉൾപ്പെടെ 5 പേരെ എക്സൈസ് നാളെ ചോദ്യം ചെയ്യും എന്ന് വാർത്തയും ഇന്ന് പുറത്തുവന്നു. ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. കേസിലെ പ്രതി തസ്ലിമ സുൽത്താനയ്ക്ക് വേണ്ടി ലഹരി ഇടപാടുകൾ നടത്തിയതായി എക്സൈസ് സംശയിക്കുന്ന മോഡൽ സൗമ്യയ്ക്കും നാളെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. താരങ്ങളായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. നടന്മാരുമായി ബന്ധമുണ്ടെന്നാണ് പ്രതികളുടെ മൊഴി. ചില ഡിജിറ്റൽ തെളിവുകളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതി തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ലഹരി ഇടപാടിൽ പാലക്കാട് സ്വദേശിയായ മോഡൽ സൗമ്യ ഇടനിലക്കാരിയാണോ എന്ന സംശയമുണ്ട്. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് പലതവണ പണം വന്നതായി കണ്ടെത്തിയിരുന്നു. ഇത് താരങ്ങൾക്ക് ലഹരി വാങ്ങിയതിന്റെ പണമാണോ എന്നാണ് സംശയം. ലഹരി കടത്തിൽ പങ്കുണ്ടെന്ന് കണ്ടാൽ താരങ്ങളെയും പ്രതി ചേർക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കും ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇയാളും തസ്ലീമയും നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണിത്. ഒപ്പം സിനിമ അണിയറ പ്രവർത്തകരിൽ ഒരാളെയും ചോദ്യം ചെയ്യും. 24 ആലപ്പുഴ. ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതിന് പിന്നിൽ വൻ മലയാളി നെക്സസ്. ബാങ്കോക്കിൽ കഞ്ചാവ് നിയമവിധേയമായതിനാൽ അതിന്റെ മറവിലാണ് ഇവരുടെ പ്രവർത്തനം. കേരളത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 50 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. 24 എക്സ്ക്ലൂസീവ്. ഇടുക്കി ഗോൾഡും MDMA-യും സ്റ്റാമ്പും LSD-യുമെല്ലാം അടക്കി വാഴുന്നിടത്തേക്കാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വരവ്. കൊച്ചി കേന്ദ്രീകരിച്ച വലിയൊരു മാഫിയ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ബാങ്കോക്കിൽ നിന്നാണ് കഞ്ചാവ് എത്തിക്കുന്നത്. പ്രത്യേകം സജ്ജമാക്കിയ താപനിലയിൽ ഏക്കർ കണക്കിന് പൊളിത്തീൻ ഹൌസുകളിലാണ് തായ്ലൻഡിൽ ഹൈബ്രിഡ് കഞ്ചാവ് കൃഷി ചെയ്യുന്നത്. പിന്നീട് വിവിധ വസ്തുക്കളായി തായ്ലൻഡിലെ വീട് ഷോപ്പുകളിലേക്ക് എത്തും. കഞ്ചാവിന്റെ മിഠായി മുതൽ ഐസ്ക്രീം വരെ ആ പട്ടികയിലുണ്ട്. (2022) മുതൽ തായ്ലൻഡിൽ കഞ്ചാവ് നിയമവിധേയമാണ്. ഇത് മുതലെടുത്താണ് ചിലർ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതെന്ന് ബാങ്കോക്ക് മലയാളിയും ടൂറിസ്റ്റ് ഓപ്പറേറ്ററുമായ അജോയ് 24-നോട് പറഞ്ഞു. എൻ്റെ റീസൺ ഇതാണ്, അവിടെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് പർപ്പസ് അവിടെ ലീഗലേ പറ്റുള്ളൂ. പക്ഷേ ഈ വരുന്നത് അവരുടെ ലീഗലി അല്ല. അവർ ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ സമീപിച്ച് അവിടെ നിന്ന് ഇതെടുത്ത് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നു. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. 1000-ഓളം മലയാളികൾ ബാങ്കോക്കിലുണ്ട്. കേരളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്ന കേസുകളിൽ ബാങ്കോക്കിന്റെ പേര് കൂട്ടിക്കെട്ടുന്നതിൽ നിരാശരാണ് അവിടുത്തെ മലയാളികൾ. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു കൺസേൺ ആണ്, ഒരു പേരുദോഷമാണ്. അത് ഇടയ്ക്ക് ഇവിടുന്ന് കടത്തുന്ന ആൾക്കാരെ ബാങ്കോക്ക് എയർപോർട്ട് വിളിച്ചും പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പിടിക്കുമ്പോഴും അറിയപ്പെടുന്നത് ഇന്ത്യനെ പിടിച്ചു. അപ്പോൾ നമ്മുടെ നാടിനും ഒരു പേരുദോഷമാണ്. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യ എന്നുള്ള ഒരു പേരിന് തന്നെ ഒരു ഇതാണ്. ഇത്ര കഞ്ചാവുമായിട്ട് ബാങ്കോക്ക് എയർപോർട്ടിൽ വെച്ച് പിടികൂടുന്നു എന്ന് പറയുന്നത് അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 3.5 മണിക്കൂറിൽ ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലെത്താം. അതുകൊണ്ട് തന്നെ ബാങ്കോക്ക് ടു കൊച്ചിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന്റെ പുതിയ ഇടനാഴി. സ്ത്രീകളെയും യുവാക്കളെയും കരിയർമാരാക്കി മാറ്റിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് നടത്തുന്നത്. ആലപ്പുഴയിൽ എക്സൈസ് പിടിയിലായ തസ്ലീമയും തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. 1 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വിമാനത്താവളത്തിൽ പിടികൂടുമ്പോൾ 5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പുറത്തേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം. കൃത്യമായി ഇത് സപ്ലൈ ചെയ്യാനും അതോടൊപ്പം വാങ്ങാനുമെല്ലാം ആളുകളുണ്ട്. ഇവരെ കണ്ടെത്തി സപ്ലൈയും ഉപഭോഗവും കട്ട് ചെയ്യുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക വഴി. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.
ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഡൽഹി രോഹിണിയിൽ തീപിടുത്തം, പൊള്ളലേറ്റ് 2 കുട്ടികൾ മരിച്ചു. സെക്ടർ 17-ലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവിടെ വിനീത VG ഡൽഹിയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. വിനീത, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. 2 കുട്ടികളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. രോഹിണി ഈ സെക്ടർ 17-ൽ എന്താണ് ഉണ്ടായത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? പ്രജനി, തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നു വരുന്നതേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഏതാണ്ട് 20ഓളം ഫയർ യൂണിറ്റുകൾ മേഖലയിലെത്തി തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രജൻ സൂചിപ്പിക്കുന്നത് പോലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ തീപിടുത്തത്തിൽ 2 കുട്ടികൾ മരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ രോഹിണി സെക്ടർ 17-ലാണ് തീപിടുത്തം ഉണ്ടാവുന്നത്. ഈ മേഖലയിൽ, ഈ സെക്ടർ 17-നോട് ചേർന്ന് നിരവധി വീടുകളുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ടായതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് പരിശോധിക്കും. ചില വീടുകൾക്ക് ഈ തീപിടുത്തത്തിൽ കേടുപാടുകൾ ഉണ്ടായതായും അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. വിനീത VG ആണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും ഓരോ ഇന്ത്യക്കാരുടെ ഉള്ളിലും പ്രതിഷേധം അലയടിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിലായിരുന്നു പരാമർശം. അതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ കൂടിക്കാഴ്ച നടത്തി. വിസ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ 537 പാക് പൗരന്മാർ ഇന്ത്യ വിട്ടു എന്നാണ് കണക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും അതിർത്തിയിൽ ഭീകരർ പ്രകോപനം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ്. ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന പ്രധാനമന്ത്രി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കാർക്കുള്ളിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. भारत के हम लोगों में जो आक्रोश है वो आक्रोश पूरी दुनिया में है. इस आतंकी हमले के बाद लगातार दुनिया भर से संवेदनाएं आ रही हैं. मैं पीड़ित परिवारों को फिर भरोसा देता हूं, मिलेगा, न्याय मिलकर रहेगा. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. തുടർ നീക്കങ്ങൾ ചർച്ചയായി. അതേസമയം പാക് പൗരന്മാർക്ക് അനുവദിച്ച വിസ കാലാവധി ഇന്ന് അവസാനിക്കും. രാജ്യതലസ്ഥാനത്ത് 5000 പാക് പൗരന്മാർ ഉണ്ടെന്നാണ് IBയുടെ കണക്ക്. ഈ പട്ടിക ഡൽഹി പോലീസിന് കൈമാറി. ഇതുവരെ 537 പാക് പൗരന്മാർ ഇന്ത്യ വിട്ടെന്നാണ് കണക്ക്. പാകിസ്ഥാനിൽ നിന്ന് 800 ഇന്ത്യൻ പൗരന്മാർ തിരിച്ചെത്തി. ഇതിനിടെ സൈനിക കരുത്തുകാട്ടി അറബിക്കടലിൽ ഇന്നും നാവികസേന മിസൈൽ പരീക്ഷണം നടത്തി. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഭാഗമായ വിശാഖപട്ടണം, കൊൽക്കത്ത തുടങ്ങി ഡിസ്ട്രോയർ ക്ലാസ് യുദ്ധക്കപ്പലുകളും നീൽഗിരി ക്ലാസ് അടക്കമുള്ള ഫ്രിഗേറ്റ് യുദ്ധക്കപ്പലുകളും അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തു. യുദ്ധം ചെയ്ത് ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന പാകിസ്ഥാൻ നേതാക്കൾക്ക് ആയുധബലത്തിന്റെ ചെറിയൊരു സാമ്പിളാണ് അറബിക്കടലിൽ നാവികസേന കാണിച്ചു കൊടുത്തത്. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. പഹൽഗാം ആക്രമണത്തിലെ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. തെക്കൻ കശ്മീരിലെ 14 ഭീകരരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണ് അന്വേഷണ സംഘം തിരയുന്ന 14 പേരും. അനന്ത്നാഗ്, ഷോപ്പിയാൻ, പുൽവാമ ജില്ലകളിലുള്ളവരാണ് ഇവർ. ഇതിൽ 8 പേർ ലഷ്കർ ഇ തൊയ്ബയും 3 പേർ വീതം ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരുമാണ്. ലഷ്കർ ഭീകരനായ ഇഹ്സാൻ ഉൾ ഹക്കിന്റെ പുൽവാമയിലെ വീട് കഴിഞ്ഞ ദിവസം സുരക്ഷാസേന ഇടിച്ചു നിരത്തിയിരുന്നു. അന്വേഷണ സംഘം തിരയുന്ന മറ്റ് ഭീകരർ ഇവരാണ്. സോപ്പോർ സ്വദേശിയായ ലഷ്കർ കമാൻഡർ ആദിൽ റഹ്മാൻ ഡേറ്റു, അവന്തിപുരയിലെ ജെയ്ഷെ കമാൻഡർ അഹമ്മദ് ഷെയ്ഖ്, പുൽവാമ സ്വദേശി ലഷ്കർ ഭീകരൻ ഹാരിസ് നസീർ, ജെയ്ഷെ ഭീകരരായ അമീർ നസീർ വാനി, യാവർ അഹമ്മദ് ഭട്ട്, ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരൻ ആസിഫ് അഹമ്മദ് കാണ്ടെ, ഷോപ്പിയാനിലെ ലഷ്കർ ഭീകരൻ ഷഹീദ് അഹമ്മദ് കുട്ടായി, TRF ഭീകരരായ ആമിർ അഹമ്മദ് ദർ, അദ്നാൻ സാഫിദാർ എന്നിവർ. ഹിസ്ബുൾ ചീഫ് ഓപ്പറേഷണൽ കമാൻഡർ അനന്ത്നാഗിലെ സുബൈർ അഹമ്മദ് വാനി, പാക് അധിനിവേശ കശ്മീരിൽ പരിശീലനം നേടിയ ഹാറൂൺ റഷീദ് ഗനി, TRF ഭീകരൻ കുൽഗാമിലെ സുബൈർ അഹമ്മദ് ഗനി എന്നിവരും അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുണ്ട്. കൂടാതെ
ത്രാലിലെ ആസിഫ് ഷെയ്ഖ്, ബ്രിജ് ബെഹാരയിലെ ആദിൽ ഗുരി, കുൽഗാമിലെ സാക്കിർ ഗനി എന്നിവരെയും തിരയുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ഇവർ താഴ്വരയിൽ സജീവമായിരുന്നു എന്ന വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. 24 ശ്രീനഗർ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രി KN ബാലഗോപാലും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. രാമചന്ദ്രന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. 10 മിനിറ്റോളം വീട്ടിൽ ചെലവഴിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ബൽറാം അടങ്ങാടിയാണ് വാർത്ത പങ്കുവെക്കുന്നത്. ഭീകരാക്രമണത്തിന്റെ മുഖ്യ തെളിവായി പ്രാദേശിക വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ NIA ശേഖരിച്ചിരിക്കുന്നു. വീഡിയോഗ്രാഫറിൽ നിന്നും NIA മൊഴിയെടുത്തിട്ടുണ്ടെന്നും ബൽറാം അടങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം പഹൽഗാമിൽ നിന്നും തത്സമയം ചേരുകയാണ്. ബൽറാം, സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു വീഡിയോഗ്രാഫറാണ് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യ സാക്ഷിയായി ഇപ്പോൾ NIA സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ വീഡിയോഗ്രാഫർ നൽകുന്നുണ്ട്? ഒപ്പം തന്നെ ചില ഭീകരരെ ആ വീഡിയോയിൽ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നുകൂടി വ്യക്തമാവുന്നു വിവരങ്ങൾ. പ്രജിൻ, ഈ NIA ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. NIA രജിസ്റ്റർ ചെയ്ത കേസിൽ ഏറ്റവും മുഖ്യ സാക്ഷിയായി ഇതിലൊരു വീഡിയോഗ്രാഫറിനെയാണ് ചേർത്തിരിക്കുന്നത്. ഈ വീഡിയോഗ്രാഫർ ഈ ഭീകരാക്രമണത്തിന്റെ ഏതാണ്ട് മുഴുവൻ ദൃശ്യങ്ങളും അദ്ദേഹം ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് റീൽസുകൾ എടുത്തു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. എന്നാൽ ആക്രമണമുണ്ടായി ഭയന്ന് പലരും പല ഭാഗത്തേക്ക് ഓടിയ സമയത്ത് ഇയാളും സമീപത്തുള്ള ഒരു മരത്തിന് മുകളിൽ കയറി ഒളിച്ചിരുന്നു. തുടർന്ന് ആ ദൃശ്യങ്ങൾ അയാൾ മുഴുവനായും ചിത്രീകരിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഈ വീഡിയോഗ്രാഫറിൽ നിന്നും NIA കണ്ടെത്തുകയും അയാളിൽ നിന്നും മുഴുവൻ ദൃശ്യങ്ങളും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഭീകരാക്രമണത്തിന്റെ ഒരു തെളിവായി മാറുന്നത്. ഇതിൽ 2 സംഘങ്ങളായാണ് ഈ ഭീകരവാദികൾ എത്തിയത് എന്ന് വ്യക്തമാണ്. 2 വശങ്ങളിൽ നിന്നായി, ഈ വലിയ പുൽമൈതാനത്തിന്റെ 2 വശങ്ങളിൽ നിന്നായി ഇവർ അകത്തേക്ക് വരികയായിരുന്നു. 2 പേർ ചേർന്ന സംഘമായി ഇവർ എത്തുകയും ആളുകളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം വെടിയുതിർക്കുകയുമായിരുന്നു. ഒരു സംഘം ഈ പ്രധാന കവാടം, ഈ മൈതാനത്തേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ അടുത്ത് കടകളുള്ള ഭാഗത്തായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. മറു സംഘമാകട്ടെ വനമേഖലയിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം 4 പേരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആളുകൾ മുഴുവനായും ഭീതിയോടെ രക്ഷപ്പെടാനായി പുറത്തേക്ക് ഓടുകയായിരുന്നു. ആ സമയത്ത് സിപ്പ് ലൈനിന് സമീപത്തു നിന്നും തുടരെ ഈ ആൾക്കൂട്ടത്തിന് നേരെ ഇവർ വെടിയുതിർക്കുകയായിരുന്നു എന്നും ദൃശ്യങ്ങളിൽ ഉണ്ട്. ഇതുകൂടാതെ ഈ ദൃശ്യങ്ങളിൽ നിന്നും 4 പേരിൽ ഒരാൾ കശ്മീരിൽ സ്വദേശി തന്നെയായ ആദിൽ തോക്കർ ആണ് എന്ന് സ്ഥിരീകരണമുണ്ട്. മറ്റ് 3 പേർ പാകിസ്ഥാൻ സ്വദേശികളാണ്, നുഴഞ്ഞു കയറി എത്തിയവരാണ് എന്നാണ് ഇപ്പോൾ NIA ഒരു നിഗമനം. അതേസമയം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതലായും ഇയാളിൽ നിന്നും മൊഴിയെടുക്കാൻ NIA ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പുറത്ത് വിടാൻ കഴിയാത്ത ഒരു അതീവ രഹസ്യമായി തന്നെ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. പ്രജിൻ, ബൽറാം അടങ്ങാടിയാണ് പഹൽഗാമിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഭീകരാക്രമണത്തിന്റെ കൃത്യമായ ചിത്രീകരണമാണ് ആ വീഡിയോഗ്രാഫർ നടത്തിയിരിക്കുന്നത്. അവിടെ എത്തിയ ടൂറിസ്റ്റുകളുടെ വീഡിയോ അല്ലെങ്കിൽ റീലുകൾ പകർത്തുകയായിരുന്നു ആ വീഡിയോഗ്രാഫർ. ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്. PK ശ്രീമതിയുടെ പ്രവർത്തന മേഖല കേരളമല്ലെന്ന് വ്യക്തമാക്കി CPIM സംസ്ഥാന നേതൃത്വം. ശ്രീമതിയെ പ്രായപരിധിയിൽ ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തത് ദേശീയതലത്തിൽ പ്രവർത്തിക്കാനാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. PK ശ്രീമതിക്ക് വിലക്കില്ലെന്നും പങ്കെടുക്കേണ്ട സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നും ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. വിലക്കുണ്ടെന്ന വാർത്ത PK ശ്രീമതി നിഷേധിച്ചു.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത്താഴ വിരുന്നിനുള്ള ക്ഷണം നിരസിച്ച് ഗവർണർമാർ. കേരള, ബംഗാൾ ഗവർണർമാർ മുഖ്യമന്ത്രി വിളിച്ച അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ അസൗകര്യം അറിയിച്ചെന്നാണ് വിവരം. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു അത്താഴ വിരുന്ന്. മുഖ്യമന്ത്രി വിളിച്ച വിരുന്നിൽ പങ്കെടുത്താൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമെന്ന് ഗവർണർമാർ വിലയിരുത്തി. എന്നാൽ തന്നെ വിരുന്നിലേക്ക് ക്ഷണിച്ചില്ലെന്ന വാർത്ത ശരിയല്ലെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്നും ഗോവ ഗവർണറുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്.